ഹലോ ഹായ് വണക്കം. അങ്ങനെ ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപ് എന്ന നടനെ ശരിക്കും മലയാളികൾ ഒരുപാട് നെഞ്ചോട് ചേർത്തൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പെർഫോമൻസുകൾ കണ്ട് കഴിയടിച്ചും ചിരിച്ചും ഒക്കെ തിയേറ്റർ വിട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപാട് കോമഡി സിനിമകൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈമിൽ നിന്ന് കണ്ട ഒരുപാട് സിനിമകൾ ഇന്നും നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്. സോ അങ്ങനെ ഒരു ദിലീപ് എന്ന് പറയുന്നൊരു നടൻ്റെ കരിയറിൽ സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാക്കി വെച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ എല്ലാ സിനിമകൾക്കും ഒട്ടുമിക്കതും നെഗറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെ നെഗറ്റീവായിട്ട് എല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സോ പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ വന്നപ്പോൾ തന്നെ ഒരു ഫാമിലി മൂവി എന്നുള്ള ലേബലിൽ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഓഡിയൻസ് ഈ ഒരു സിനിമയെ നോക്കിക്കാണുന്നത്. പോരാത്തതിന് ദിലീപ് എന്ന നടൻ്റെ 150ാമത്തെ ചിത്രമാണ്, ഒരു കുടുംബ ചിത്രമാണെന്ന് തുടക്കം മുതലേ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇൻട്രോ കൊടുത്തിട്ട് ഈ അടുത്ത കാലത്തായിട്ട് റിലീസായിട്ട് വരുന്നൊരു മെയിൻ പരിപാടിയുണ്ട്, ഇഷ്ട നടന്മാരുടെ സിനിമകൾക്കൊരു കിടിലൻ ടൈറ്റിൽ എൻട്രി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു സിനിമയിൽ കാണുമ്പോഴത്തേക്ക് തേരിറങ്ങും മുകിലേ എന്ന പാട്ടിൻ്റെ ഒരു വയലിൻ വേർഷൻ വെച്ചിട്ട് ദിലീപിൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കാണിച്ച് ചെറിയ ഒരു രീതിയിൽ അദ്ദേഹത്തിനും ഒരു ട്രിബ്യൂട്ട് കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടു മറന്നുപോയ ഒരു ദിലീപിൻ്റെ മുഖത്തിനെ ഇന്ന് വീണ്ടും റിക്രിയേറ്റ് ചെയ്ത് അവർ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷമുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു ഓളം ഉണ്ടാക്കിയെടുത്തൊരു മനുഷ്യനാണ്. സോ പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു കുടുംബം, ആ കുടുംബത്തിൽ വിവാഹം കഴിക്കാൻ പറ്റാതെ പോകുന്ന ഏറ്റവും മുതിർന്ന ആളാണ് പ്രിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വിവാഹം നോക്കുന്നുണ്ട്, സഹോദരങ്ങളെല്ലാം കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങളാവുന്നു. അവരുടെ ലൈഫും ആ ഒരു പ്രാരാബ്ധത്തിനിടയിൽ അയാൾ കിടന്ന് ഓടുന്ന നെട്ടോട്ടവും അങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങളിലൂടെയാണ് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു വിവാഹം ആലോചന, പല പരിപാടികൾ വരുന്നുണ്ട്, പക്ഷേ എല്ലാം ഫെയിലിയർ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇയാളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്ന കുറേ ചേഞ്ചസും ആ കരിയറിൽ അയാൾക്ക് ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളും ഒക്കെയാണ് സിനിമയിൽ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ റൈറ്റർ ഷാരിസ് മുഹമ്മദ്, പുള്ളീൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ഷാരിസിൻ്റെ ഈ ഒരു റൈറ്റിങ് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുള്ളി ഈ കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരുടേതായിട്ടുള്ളൊരു പൊളിറ്റിക്സ് കാണിക്കുന്നൊരു ചെറിയൊരു സംഭവമുണ്ട്. കാരണം ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന പൊളിറ്റിക്സ് എന്താണ്, അതുപോലെ തന്നെ ഒരു വിവാഹം കഴിയാതെ നടക്കുന്ന ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന ഇഷ്യൂസ് എങ്ങനെയൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളിലൂടെ അതിനുശേഷം പിന്നീട് കൊണ്ടുവന്ന് വെക്കുന്ന കുറേ കോമഡി ഏരിയാസൊക്കെ ഉണ്ട്. ഭയങ്കര സിമ്പിളാണ്, ബട്ട് ഭയങ്കര നാച്ചുറലാണ്. നമുക്കത് കണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ആ ഒരു വൈബുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. സിംപ്ലി ഇതിനകത്തൊരു പ്രപ്പോസൽ സീനുണ്ട്. ആ സീനൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര കിഡിലുമായിട്ടാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ മാട്രിമോണി യൂസ് ചെയ്തിട്ട് പല ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന കുറേ സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ സിംപ്ലി ഇതിനകത്ത് നൈസായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചില ഏരിയാസൊക്കെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാൻ പറ്റുന്നൊരു ഒരു എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവമുണ്ട്. അതേപോലെ തന്നെ പിന്നീട് ഒരു ക്യാരക്ടറിൻ്റെ എൻട്രി ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ എൻട്രിയോടുകൂടി പടത്തിൻ്റെ ത്രൂ ഔട്ട് ഈ ഫാമിലി ബേസ് എന്ന് പറയുന്നൊരു സാധനത്തിനപ്പുറത്തേക്ക് പടം സംസാരിക്കുന്നത് മൊത്തം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു വലിയൊരു വേൾഡിനെ പറ്റിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരിൻ്റെ പേര് എനിക്കറിയത്തില്ല, എവിടെയും അധികം ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ പുള്ളിക്കാരുടെ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി കൊണ്ടുവന്ന് വെക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അവിടെ ഭയങ്കര എനർജറ്റിക്കായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇത്രയും സീനിയർ ആക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്നിട്ട് ഭയങ്കര ഒരു വൈബ് പിടിച്ച് ആ ഒരു ക്യാരക്ടറിൻ്റെ എക്സ്ട്രീംനെസ്, ആ ഒരു സംഭവങ്ങളൊക്കെ പിടിച്ച് പുള്ളിക്കാരിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഒന്നും പറയില്ല. കാരണം ആ ഒരു ക്യാരക്ടർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഒരു വൈബ് പുള്ളിക്കാരി നൈസായിട്ട് അതിനകത്ത് പെർഫോം ചെയ്ത് ഗംഭീരമാക്കി വെച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അത്രയും നൈസായിരുന്നു അവരുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രസൻറ്റേഷൻ. പിന്നീട് ഒരു പെർഫോമൻസിൻ്റെ ഗ്രാഫ് ചില ഇടങ്ങളിൽ താന്നു പോയെങ്കിലും ബട്ട് പല ഇടങ്ങളിലും അവർ നന്നായിട്ട് പിടിച്ചു. അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. അവരെ കണ്ടപ്പോഴത്തേക്കൊക്കെ സന്തോഷമായി. പിന്നെ സിനിമ സംസാരിച്ച് പോകുന്നൊരു ഏരിയ സോഷ്യൽ മീഡിയയും ആ സോഷ്യൽ മീഡിയ ഫീൽഡിനകത്ത് നടക്കുന്ന കുറേ ഫൈറ്റ്സും, അപ്പോൾ അതെങ്ങനെ ഒരാളെ ബാധിക്കുന്നു, ഒരാളുടെ ലൈഫിനെ എങ്ങനെ നേരിടേണ്ടി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ സിനിമയിൽ നൈസായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ആണ് ജീവിതം എന്ന് വിചാരിച്ച് പോകുന്ന കുറേ 2K കിഡ്സിനെ നൈസായിട്ട് പടം ട്രോളി വെച്ചിട്ടുണ്ട്. നൈസായിട്ട് ട്രോളി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നൊരു വേൾഡ് വേറൊരു തരത്തിലാണെന്നും ആ വേൾഡിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെ വേറെ ആരോ ഒന്ന് സേവ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ അവർ തന്നെ ഒരു സുപ്പീരിയർ പവറാകുന്ന കുറേ ഏരിയാസിനെയൊക്കെ ഗംഭീരമായിട്ട് സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ പെട്ടുപോകുന്ന കുറേ മനുഷ്യരും സാഹചര്യങ്ങളും ജീവിതങ്ങളും ഒക്കെ ഈ സിനിമയിലൊരു എലമെൻ്റായിട്ട് മാറുന്നുണ്ട്. പ്രകടനങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദിലീപ് പുള്ളിക്കാരൻ നല്ല പെർഫോമൻസാണ്. അതായത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയപ്പോൾ പവി ടേക്ക് കെയറിനകത്തൊക്കെ പുള്ളിയുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര വളിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക്
പുള്ളിക്കാരൻ വളരെ മിതത്വം പാലിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടറിന് എന്താണ് ആവശ്യം, ആ ഡെപ്തിൽ നിന്നുകൊണ്ട് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വളരെ മിനിമമായിട്ട് പിടിച്ച് നൈസായിട്ട് ആ ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരൻ അറിഞ്ഞു കണ്ട് ചെയ്തു എന്ന് വേണം പറയാം. അത്രയും മനോഹരമായിട്ട് ആ ക്യാരക്ടറിനെ പുള്ളിക്കാരൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻസ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അത് പുള്ളി അത്രയും ഫ്രഷ്നെസ്സോടുകൂടി അവതരിപ്പിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ കോമഡി ഏരിയാസൊക്കെ ഉണ്ട് പുള്ളി കൈകാര്യം ചെയ്ത കുറേ ഏരിയാസ്. ഒപ്പം ഉണ്ടായിരിക്കുന്നത് ജോണി ആൻ്റണി ചേട്ടനാണ് കൂട്ടുകാരനായിട്ട് വരുന്നത്. പുള്ളിക്കാരൻ്റെ കുറേ ഏരിയാസൊക്കെ ഉണ്ട്. ഭയങ്കര കിട്ടിലുമായിട്ടാണ് ജോണി ആൻ്റണി ചേട്ടൻ ആ ഏരിയയൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. പിന്നെ മഞ്ജു പിള്ളയുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, സിദ്ദിഖ്, അങ്ങനെ തുടങ്ങി നല്ല താരതമ്യമുള്ളൊരു സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനൊക്കെ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഉർവശി ചേച്ചി ഒരു മെയിൻ ക്യാരക്ടറായിട്ട് സിനിമയിൽ എത്തുന്നുണ്ട്. സോ ഇവരെല്ലാവരും ഇവരുടേതായിട്ടുള്ളൊരു ഏരിയാസ് ഭയങ്കര നൈസായിട്ടാണ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു എൻഡ്, അതായത് ഒരു ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു ടൈമൊക്കെ എത്തുമ്പോഴത്തേക്ക് സിനിമ വേറൊരു ലെവലിലേക്കാണ്, അതിൻ്റെ ഒരു പീക്ക്നെസ്സിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു പീക്ക്നെസ് പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ത്രൂ ഔട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ഏരിയ മാത്രം ചുറ്റിപ്പറ്റി പോകുന്നതും അത് പിന്നെ ഒരു ഫാമിലിയിലേക്ക് കടന്നു വരുന്ന കുറേ ഇൻസിഡൻസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന കുറേ ഇമോഷണൽ സംഭവങ്ങളൊക്കെ അത്യാവശ്യം വർക്കാവുന്നുണ്ട്. ത്രൂ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, ലോജിക്കൊന്നും നോക്കാതെ ചിരിക്കാൻ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വർക്കാവും. കാരണം അങ്ങനെയൊക്കെയുള്ള തമാശകൾ അല്ലെങ്കിൽ ദ്വയാർത്ഥം ഇല്ലാത്ത രീതിയിൽ തമാശകൾ കൊണ്ടുവന്ന് വരിക എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ അത്തരത്തിലുള്ള കുറേ സംഭവങ്ങളെ നൈസായിട്ടുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് ചിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് നല്ല ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്. അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ദിലീപിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ വളരെ സിമ്പിൾ ആൻഡ് നൈസായിരുന്നു. ആരും ഓവറാക്കി ചളവാക്കാതെ. എന്നാൽ ഈ ക്ലൈമാക്സ് ഭാഗത്തോടൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ അനിയനാന്നൊക്കെ പറയുന്ന കുറേ ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മഞ്ജു പിള്ളയുടെ കയ്യിലൊക്കെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് വർക്കായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ ഏരിയാസൊക്കെ സിനിമയിലുണ്ട്. സോ തമാശയ്ക്ക് തമാശയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കോമഡിയിൽ വർക്കായിട്ടുള്ള എല്ലാ ഏരിയാസും ഉണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഫാമിലി ലൈഫുണ്ട്. ത്രൂ ഔട്ട് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിരിക്കാനും അത്യാവശ്യം കുറേ കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന കുറേ ഏരിയാസിലൂടെ സിമ്പിളായിട്ട് നൈസായിട്ട് കടന്നു പോകുന്ന ഒരു ചെറിയ പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പിന്നെ ഇതിനകത്ത് സോങ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ സിമ്പിൾ ആൻഡ് നൈസ്. ഞാനിത് കൂടുതൽ സിമ്പിൾ എന്ന വേർഡ് ഉപയോഗിക്കുന്ന കാരണം കൊണ്ടല്ല, കാരണം അത്രയും ചെറിയൊരു പടമാണ്. ബട്ട് ഇതിന് ഇത്തിരി ലെങ്ത്ത് കൂടുതലാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയ മറ്റൊരു നെഗറ്റീവ്. കാര്യം കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അത്രയും കുറേ കാര്യങ്ങൾ പറഞ്ഞ് വന്നിട്ട് അതങ്ങ് നീണ്ടു പോയതുപോലെ ചില ഏരിയാസിലേക്ക് ഫീൽ ചെയ്തു. അത് അത്രയും നീട്ടം വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയൊരു നെഗറ്റീവ്. ബാക്കിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് നോക്കി ചിരിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചെറിയ പടം, അത്രേ ഉള്ളൂ. അത് ദിലീപിന് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു സിനിമ വർക്കാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കം ഉണ്ടായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് എല്ലാം പോയിരിക്കുന്നത്. സോ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. ഇൻ ഷോർട്ട് മലയാളം ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും